പലർക്കും അറിയില്ല എനിക്ക് എങ്ങനെയാണ് കണ്ണ എന്നുള്ള വിളിപ്പേര് വന്നത് എന്നുള്ളത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുട്ടിക്കാലം തൊട്ടേ എന്നെ കണ്ണാന്ന് വിളിക്കാറുണ്ട്. വിളി വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനുണ്ടെങ്കിലേ ഞാൻ മദ്രസയിൽ പോവുള്ളായിരുന്നു. മദ്രസയിൽ നിന്നുള്ള സ്കൂളിലും അവനുണ്ടെങ്കിലേ ഞാൻ പോവുള്ളായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് ഇവൻ്റെ വീട്. എന്ന് വെച്ചാൽ അടുക്കള വാതിലിൽ നിന്നാണ് ഇവൻ്റെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് കാണുക. അപ്പം ഞാൻ മദ്രസയിൽ പോകാൻ രാവിലെ എഴുന്നേറ്റ് ഒക്കെ റെഡി ആയിട്ട് അടുക്കള ഭാഗത്ത് വന്നിട്ട് വിളിക്കും. അവൻ്റെ പേര് വിളിക്കും. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവൻ വിളി കേട്ടിങ്ങാൻ അവൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. അങ്ങനെ ഇരിക്കെയാണ് ഇവൻ്റെ സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ ഇവരിതറിഞ്ഞു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചേ പോവുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അവിടെ ഇവനെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവർ തിരിച്ച് വിളിച്ചു പറയും അവൻ പോയിന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമാവും. സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അടുക്കള ഭാഗത്ത് നിന്നിട്ട് ഇറങ്ങിയിട്ട് വീടിന് ചുറ്റും ഒരു 3-4 റൗണ്ട് ഞാൻ ഓടും, അവൻ എന്നെ കൂട്ടാതെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ വീട്ടിലൊരു പടയാളിയായിട്ടുള്ള ഒരാളുണ്ട്, എൻ്റെ ഉമ്മാമ്മ, എൻ്റെ വാപ്പയുടെ അമ്മ. എന്നെ ഇതുപോണം നോക്കിയൊരു വ്യക്തി ലോകത്ത് ആരും ഉണ്ടാവില്ല കേട്ടോ. ആള് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ആളുടെ കണ്ണിലുണ്ണിയാണ് ഞാൻ. അപ്പേക്ക് ഓരോ ഒച്ചയും ബഹളമൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആളൊച്ചട്ടാ മേത്തലുള്ള ആൾക്കാരൊക്കെ സൈലൻ്റ് ആയി നിൽക്കും കേട്ടോ. അപ്പേക്ക് ഇവൻ വരും, മദ്രസയിൽ ഞാൻ പോവും. അപ്പം ഇത് സ്ഥിരം അവരും ആക്കി ഞാനും ആക്കി കരച്ചിൽ. അങ്ങനെ നടുക്ക് പിടിക്കാൻ എൻ്റെ ഉമ്മാമ്മയായി, വാപ്പൻ്റെ ഉമ്മ. അങ്ങനെ ഇരിക്കെ എൻ്റെ രണ്ടാമത്തെ ഏട്ടത്തിക്ക് ഒരു പദ്യം ഉണ്ടായിരുന്നു 4ാം ക്ലാസ്സിൽ. ആ ഒരു കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ അറിയാം, നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്യം. അതിലുണ്ട് കണ്ടത് മുഴുവൻ കാട്ടിലെറിഞ്ഞു വീടിന് ചുറ്റും ഓടി നടന്നു എന്ന് പറഞ്ഞ്. ഇവൾ ഈ പദ്യം പാടുമ്പം എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ വീടിന് ചുറ്റും ഓടി നടക്കൽ ഞാനല്ലേ, അപ്പം എന്നെ കളിയാക്കിയത് തന്നെ, ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ കരച്ചിൽ തുടങ്ങി. അങ്ങനെ പിന്നെ ഇത് ഇവരുടെ ഒരു ആയുധമാക്കിയെടുത്ത്. രാവിലെ മദ്രസയിൽ പോകുമ്പം അവനെ വിളിക്കാൻ പോകുമ്പം അവൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരൊരായുധം ഉണ്ടാക്കിയത് പോണം ഇവരും ഒരായുധം ഉണ്ടാക്കി എൻ്റെ നേരെ. അങ്ങനെ രണ്ടാൾക്കും, മൂത്ത ആൾക്കും രണ്ടാമത്തെ ആൾക്കും, എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഇവർക്ക് എന്നോട് ദേഷ്യം വരുമ്പോഴേക്കും ഇവർ ഈ പദ്യം പാടൽ തുടങ്ങും. ഞാൻ കരയാനും തുടങ്ങും, എൻ്റെ അമ്മ ഒച്ചടാനും തുടങ്ങും. അത് വീട്ടിൽ സ്ഥിരമായി. അങ്ങനെ ഇരിക്കെയാണ് അതിലൊരു വരി കൊണ്ടോ എന്തോ ആയിക്കോട്ടെ എന്നെ കിണ്ണാന്ന് വിളിക്കൽ തുടങ്ങി. അങ്ങനെ ഇവർ കിണ്ണാ വിളിയായി, വീട്ടിൽ വിളിപ്പേരായി കിണ്ണന്. പിന്നെ പറഞ്ഞു, ഉമ്മയുടെ ഉമ്മയാണ് പറഞ്ഞത്, കിണ്ണനൊരു സുഖമല്ല, നമുക്ക് ഇവളെ കണ്ണാന്ന് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കണ്ണാന്നുള്ള പേര് വന്നു. ജീവിതത്തിൽ ഇതേപോലെ വെറുത്തൊരു പേര് ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഫംഗ്ഷന് പോകുമ്പോൾ പുറത്തുനിന്ന് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇവർ കയറി കണ്ണാന്ന് വിളിക്കും. വിളിക്കാന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരി കേട്ടോ, ആള് ഭയങ്കരമായ അടിയാ. അവള് അറിയാത്ത ആൾക്കാരുടെ അടുത്തും കൂടിയും അവൾ പറയും. ഇന്നും എന്നെ വിളിക്കുക അവൾ കണ്ണാന്ന് കേട്ടോ. എന്നെ ഇപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഒരാൾ നിർത്താതെ കണ്ണാന്ന് വിളിക്കുന്നുണ്ട്, അത് അവൾ തന്നെ ആയിരിക്കും. അവളെൻ്റെ പേര് അത്രയും റെയറായിട്ടേ വിളിക്കാറുള്ളൂ. ആരോടെങ്കിലും പറയുകയാണെങ്കിലൊക്കെ അവൾ കണ്ണെന്നാ പറയുക. അപ്പം ഇവളെന്താക്കൂ, മറ്റുള്ളവരുടെ അടുത്തും പറയൽ തുടങ്ങി എൻ്റെ പേര് കണ്ണനാണ് എന്നുള്ളത്. ഒത്തിരി വിഷമിച്ചു ഈ ഒരു പേര് കാരണം. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ആ ഒരു പേര് കാരണം. അന്ന് തന്നെ എൻ്റെ കുടുംബം മാത്രമേ കണ്ണാന്ന് വിളിച്ചിട്ടുള്ളായിരുന്നു. ഇന്ന് ലോകം ഒന്നടങ്കം എന്നെ കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. അത് അന്നത്തെ ആ കരച്ചിലിനൊക്കെ ഇന്നൊരു സന്തോഷമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആരും എൻ്റെ പേര് ജസ്ന എന്നുള്ളൊരു ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ കണ്ണാന്നും കൂടി കൊടുക്കും. ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് എനിക്ക് കണ്ണാന്നുള്ള വിളിപ്പേര് വന്നത്. അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് നീ നാളെ തൊട്ട് കണ്ണൻ എന്നുള്ള രീതിയിൽ വന്നതൊന്നുമല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ കണ്ണനെ വരച്ച് തുടങ്ങിയെന്നുള്ളതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം.